16th ക്വസ്റ്റ്യൻ ആണ് എത്തിയിട്ടുള്ളത്. The diagonal of a rectangle is 9 centimeter and makes it an angle 49 degree with one side. Find the length of the sides of the rectangle. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ 49 ഡിഗ്രിയാണ്. തന്നിരിക്കുന്ന സൈഡ് കർണം ഹൈപ്പോട്ടന്യൂസാണ് 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യൂവും ക്യു ആറും ആണ്. പി ക്യൂവും ക്യു ആറും ഈ ആംഗിളിനെ സംബന്ധിച്ച് അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും എതിർവശവും സമീപവശവുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പി ക്യു കണ്ടുപിടിക്കാം. പി ക്യു കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പി ക്യു എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. തന്നിരിക്കുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്നത് കോസിലാണ്. അപ്പോൾ നമ്മൾ കോസ് 49 ഈസ് ഈക്വൽ ടു സമീപവശം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് പി ക്യു ബൈ ഹൈപ്പോട്ടന്യൂസ് 9. നമുക്ക് പി ക്യു ഈസ് ഈക്വൽ ടു കോസ് 49 ഇൻറ്റു 9. കോസ് 49 ഇവിടെ 0.66 ആണ്. 0.66 ഇൻറ്റു 9 ഈക്വൽ ടു 9 54 ബാലൻസ് 5 9 54 4 58 ഈക്വൽ ടു 5.84 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ക്യു ആർ കണ്ടുപിടിക്കാം. ക്യു ആർ എന്ന് പറഞ്ഞാൽ 49ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡും കർണവും വരുമ്പം ഉപയോഗിക്കേണ്ടത് സൈനാണ്. സൈൻ 49 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ക്യു ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 9. ക്യു ആർ ഈസ് ഈക്വൽ ടു സൈൻ 49 ഇൻറ്റു 9. സൈൻ 49 ഈസ് ഈക്വൽ ടു 0.75 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 5 45 ബാലൻസ് 4 ബറ്റിയുടെ 63 4 67 ഈസ് ഈക്വൽ ടു 6.75 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ABCDEF ഈസ് എ റെഗുലർ ഹെക്സാഗൺ വിത്ത് ഒറിജിൻ ആസ് സെൻറ്റർ. ഒറിജിനാണ് ഇവിടെ സെൻറ്ററായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബി ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ് ഡി ഇവിടെയാണ് ഡിയുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ എ ഇവിടെ 4 0 ആണ്. ഇത് ഒറിജിനാണ്, സെൻറ്റർ ഒറിജിനാണ്. അപ്പോൾ 4 0 പറയുമ്പം ഇപ്പുറത്ത് ഡി ഈസ് ഈക്വൽ ടു -4 0. ഓക്കെ, ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ജിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബി ജി എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ബി ആണ്, ഇത് ബി, ഇത് ജി. ഓക്കെ, ബി ജിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു റെഗുലർ ഹെക്സാഗണാണ്. ഒരു റെഗുലർ ഹെക്സാഗണിൻ്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. റെഗുലർ ഹെക്സാഗണിൻ്റെ റേഡിയസും, റെഗുലർ ഹെക്സാഗൺ പറയുന്നത് ഒരു സർക്കിളിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ റേഡിയസും അതിൻ്റെ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ റേഡിയസ് 4 ആണെങ്കിൽ ഇവിടെ സൈഡും 4 ആണ്. അപ്പം നമുക്കിനി ഈ ആംഗിൾസിനെ കുറിച്ച് നോക്കുമ്പം ഒരു റെഗുലർ ഹെക്സാഗണിൻ്റെ ഈച്ച് ആംഗിൾ n-2 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും n-2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ 6-2 ഇൻറ്റു 180. 6 സൈഡാണുള്ളത്. 6-2 ഇൻറ്റു 180 4 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 6 3 പ്രാവശ്യം 30 ഇൻറ്റു 4 120 ആണ്. അപ്പോൾ 120 പറയുമ്പോൾ ഇവിടെ 60 ആണ്, ഇവിടെ 30 ആണ്. അപ്പോൾ 19ൻ്റെ ഓപ്പോസിറ്റിൽ 4 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റിൽ 2 ആണ്. നമ്മൾ ആ റേഷ്യോ ഉപയോഗിച്ചിട്ട് ചെയ്യാം. 30 60 90 എന്നുള്ള റേഷ്യോ ഉപയോഗിച്ചാൽ 19ൻ്റെ ഓപ്പോസിറ്റിൽ 4 ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റിൽ 2 ആണ്. 60ൻ്റെ ഓപ്പോസിറ്റിൽ 2√3. 60 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റിൽ 2√3. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് വന്നിട്ട് ഇവിടെ ഈ OA = 4 ആണ്. അപ്പോൾ ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ 2 ആണ് യൂണിറ്റ്. അപ്പോൾ 2√3 2√3. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് ഇ. ബീൻ്റെ കോർഡിനേറ്റ്സ് എഴുതി, ഡിയുടെ എഴുതി, അതെഴുതി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ജിയുടെ ലെങ്ത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബി ജിയുടെ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 2√3. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ് ബി എഴുതി നമ്മൾ. ഇനി ഇ എന്ന് പറയുമ്പം ഇവിടെയാണ്, ഇവിടെ
അപ്പോൾ ഇതേപോലെ ഇതേ സെയിം ട്രയാങ്കിളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അവിടെയുള്ള അതേ സെയിം ട്രയാങ്കിളാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നെഗറ്റീവ് കൊടുത്താൽ മതി. അപ്പോൾ -2 x -2 y -2√3. ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഈ -2 -2√3. ഓക്കെ, ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number is a square number is equal to 12 added to the number. Find the number. A square number is equal to 12 added to the number. A square number x square. X square is equal to 12 added to the number. X plus 12. What are the find the numbers? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? x square minus x minus 12 is equal to 0 എന്ന് എഴുതാം. നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 4 × 3 is equal to 12 -4 + 3 is equal to -1. ഇവിടെ a + b is equal to ab is equal to -12 ആണ്. അതായത് സം ഈസ് ഈക്വൽ ടു -1 പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു -12 ആണ്. അപ്പോൾ ഗുണിച്ചാൽ നമുക്ക് -12 കിട്ടണം, കൂട്ടിയാൽ നമുക്ക് -4 കിട്ടണം. അപ്പോൾ -4 + 3 is equal to -1, -4 × 3 is equal to -12 ആണ്. അപ്പോൾ x -4 × x + 3 ആണ് വരുന്നത്. x ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഫൈൻഡ് ദ നമ്പർ എന്നാണ് ചോദിച്ചത്. x ഈസ് ഈക്വൽ ടു -4, x ഈസ് ഈക്വൽ ടു 3, x ഈസ് ഈക്വൽ ടു x -4 × x ഈസ് ഈക്വൽ ടു 4. സോറി, അതായത് ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? x -4 ഇവിടെ ചെയ്യാം കേട്ടോ, x + 3 ആണ്. ഇത് ചെയ്താൽ നമുക്ക് ഇന്ന് x -4 × x + 3 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 4, x ഈസ് ഈക്വൽ ടു -3. ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, or consider the polynomial x square minus 5x plus 6. Write as the product of two first degree polynomial. അപ്പോൾ x square minus 5x plus 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സം ഈസ് ഈക്വൽ ടു -5, പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുന്നത് 6. അപ്പോൾ 2 × 3 ഈസ് ഈക്വൽ ടു 6 ആണ്. 2 + 3 ഈസ് ഈക്വൽ ടു -5 ആണ്. -2 + 3 -3 ഈസ് ഈക്വൽ ടു -5 ആണ്. രണ്ട് നെഗറ്റീവ് സംഖ്യകളാണെങ്കിൽ പ്രോഡക്റ്റ് ഇൻഡു ചെയ്യുമ്പോൾ ഗുണിക്കുമ്പം ആൻസർ ഈസ് പോസിറ്റീവാണ്. അപ്പോൾ x -2 ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം x -2 × x -3, x -2 × x -3. ഓക്കെ, ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. ഈ സൊല്യൂഷൻസ് എഴുതാൻ പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു x -2 ആണല്ലോ, അപ്പോൾ x ഈസ് ഈക്വൽ ടു 2, x ഈസ് ഈക്വൽ ടു x -3 ആണല്ലോ, അപ്പോൾ x ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അടുത്തത് ഡയമീറ്റേഴ്സ് ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ്. ഡയമീറ്റർ 5:3 ആണെങ്കിൽ റേഡിയസും 5:3 തന്നെ. അപ്പോൾ R1:R2 ഈസ് ഈക്വൽ ടു 5:3 തന്നെ. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്. അപ്പോൾ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല 4πr1² is to 4πr2². സർഫസ് ഏരിയൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ ആകുമ്പം 3πr1². 3πr1² is to 3πr2². ഹെമിസ്ഫിയർ 3πr1² is to 3πr2². അപ്പം നമുക്കിവിടെ 3π രണ്ടിലും ക്യാൻസൽ ചെയ്യാം. R1² is to R2² ആണ്. S1 is to S2 is equal to സർഫസ് ഏരിയനെ നമുക്ക് S1 is to S2 എന്ന് പറയാം. is equal to R1² is to R2² is equal to R1 5 ആണ്, 5ൻ്റെ സ്ക്വയർ 25 is to R2 3 ആണ്, 3യുടെ സ്ക്വയർ 9, 25 is to 9. Okay. If the surface area of the surface area of a first hemisphere is 100 square centimeter, then what is the surface area of the other? അപ്പോൾ സർഫസ് ഏരിയ പറഞ്ഞാൽ S1/S2 is equal to
R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ S1 100 തന്നിട്ടുണ്ട്. 100 ബൈ S2 ഈസ് ഈക്വൽ ടു R1 സ്ക്വയർ 25 25 ബൈ R2 സ്ക്വയർ 9 ആണ്. S2 ഈസ് ഈക്വൽ ടു 100 × 9 ഡിവൈഡഡ് ബൈ 25. 25 100 4 പ്രാവശ്യം ഈസ് ഈക്വൽ ടു 25 100 4 പ്രാവശ്യം 4 × 9 × 4 36. ആൻസർ ഈസ് ഈക്വൽ ടു 36. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവായിട്ട് എക്സാമിനുള്ള കോച്ചിങ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.